നമ്മുടെ കുട്ടികളിലെ അക്രമവാസനയുടെ കാരണങ്ങളും പരിഹാരവും ബൈബിൾ വീക്ഷണത്തിൽ എന്ന പഠന പരമ്പരയുടെ 1ാം ഭാഗത്തേക്ക് ഏവർക്കും സ്വാഗതം. വയോധികനെ കൊലപ്പെടുത്തി ആഭരണങ്ങൾ മോഷ്ടിക്കാൻ നിർദ്ദേശം നൽകിയത് കേവലം 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി. വധിക്കപ്പെട്ടത് ഈ കുട്ടിയുടെ മുത്തച്ഛനും. കൃത്യനിർവഹണം നടത്തിയത് 16-17 വയസ്സ് മാത്രം പ്രായമുള്ള 3 ആൺകുട്ടികൾ. സംഭവം നടന്നത് 2026 ഓഗസ്റ്റ് 16 ഞായറാഴ്ച ആലപ്പുഴയിലെ കരുവാറ്റയിലും. 16-17 വയസ്സ് പ്രായമുള്ള 3 ആൺകുട്ടികൾ. സംഭവം നടന്നത് 2026 ഓഗസ്റ്റ് 16 ഞായറാഴ്ച ആലപ്പുഴയിലെ കരുവാറ്റയിൽ. കൃത്യനിർവഹണത്തിന് നിർദ്ദേശം നൽകിയതും കൃത്യനിർവഹണം നടത്തിയതും കൗമാരപ്രായക്കാരാണ്. കൊലപാതകം വീഡിയോ മൂലം ലൈവായി പെൺകുട്ടിയെ കാണിച്ചു കൊടുത്തു. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഒരു കുറ്റബോധവും ഇല്ലാത്ത വിധമാണ് ഇവർ പോലീസിനോട് പ്രതികരിച്ചത്. രക്ഷപ്പെടാനും ചോദ്യം ചെയ്യലിൽ ഒരുപോലെയുള്ള മൊഴികൾ നൽകാനും മുൻകൂട്ടി ഈ 4 സംഘം പദ്ധതികൾ തയ്യാറാക്കി. ഈയിടെയായി മനുഷ്യ മനസാക്ഷി ഞെട്ടിക്കുന്ന വിധത്തിലുള്ള പല സംഭവങ്ങളും കുട്ടികളിൽ നിന്നും ഉണ്ടാകുക പതിവാണ്. നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം മാതാപിതാക്കളെ ആക്രമിച്ചു കൊല്ലുന്നവർ, അധ്യാപകരെ ആക്രമിക്കുന്നവർ, സഹപാഠികളെ റാങ്കിങ്ങിന്റെ പേരിൽ തല്ലിക്കൊല്ലുന്നവർ, ചെറിയ കാര്യങ്ങൾക്ക് പോലും കത്തിയും മാരകായുധങ്ങളും ഉപയോഗിക്കുന്ന കൗമാരപ്രായക്കാർ. കരുവാറ്റയിൽ നടന്നത് ഒരു നിയമപ്രശ്നം മാത്രമല്ല, ഇത് കുടുംബങ്ങളുടെയും സമൂഹത്തിന്റെയും ആത്മീയ ലോകത്തിന്റെയും പ്രതിസന്ധിയാണ്. ഐഫോണും ബൈക്കും ആഡംബര ജീവിതം ഇവയെ ജീവിത ലക്ഷ്യമാക്കി കാണുന്നവർ ചില തെറ്റായ വഴികളിലൂടെ പണം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നു. കുട്ടികൾ നമ്മുടെ ഭാവി വാഗ്ദാനങ്ങളാണ്. അവരുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്നതിന് മുൻപ് അവരുടെ ഹൃദയത്തിൽ സ്നേഹവും ദൈവിക ചിന്തകളും കരുണയും ഉത്തരവാദിത്വ ബോധത്തോടെ പഠിപ്പിക്കണം അവരെ. ഓർക്കുക, നല്ല തലമുറ യാദൃച്ഛികമായി ഇവിടെ രൂപം കൊള്ളുകയില്ല. ദൈവഭക്തിയുള്ള മാതാപിതാക്കളും മാതൃകയോടെ ജീവിക്കുന്ന അധ്യാപകരും ഉത്തരവാദിത്വ ഉള്ള സമൂഹവും ഒരുമിച്ച് കൈകോർത്താൽ മാത്രമേ നല്ലൊരു തലമുറയെ ഇവിടെ രൂപപ്പെടുത്തിയെടുക്കുവാനായിട്ട് കഴിയൂ. ഇതിൽ ആരാണ് കുറ്റവാളി? ഒരാളെ മാത്രം നമുക്ക് കുറ്റപ്പെടുത്തുവാൻ കഴിയുമോ? മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ട്. കുട്ടികൾക്ക് സ്നേഹവും ശിക്ഷണവും ശരിയായ മൂല്യബോധവും നൽകേണ്ടത് കുടുംബത്തിൽ നിന്നാണ്. സോഷ്യൽ മീഡിയയ്ക്കും ഡിജിറ്റൽ ലോകത്തിനും ഇതിൽ ഉത്തരവാദിത്വമുണ്ട്. അക്രമവും പണവും ആഡംബര ജീവിതവും ഇവയ്ക്കുള്ള എളുപ്പ വഴികളും നിരന്തരം കാണുന്ന കുട്ടികളുടെ ചിന്തയെ അത് ബാധിക്കും. സമൂഹത്തിനും ഉത്തരവാദിത്വമുണ്ട്. അധ്യാപകർ, ആത്മീയ പ്രസ്ഥാനങ്ങൾ, അയൽക്കാർ, ബന്ധുക്കൾ കുട്ടികളിൽ കാണുന്ന അപകടകരമായ മാറ്റങ്ങൾ നേരത്തെ തന്നെ തിരിച്ചറിയുകയും ഇടപെടുകയും വേണം. ഇനി കുട്ടികൾക്ക് ഉത്തരവാദിത്വമുണ്ട്. പ്രായം കുറഞ്ഞവരായാലും തെറ്റായ തീരുമാനം യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ദുഃഖവും നാശവും സൃഷ്ടിക്കും. ഭാവി തന്നെ നിങ്ങൾ ഇരുളടഞ്ഞു പോകും. പോലീസ് കേസ് ഉണ്ടായാൽ നിന്റെ പഠനത്തെയും ഭാവിയെയും ബാധിക്കും. മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും ആത്മീയ ഗുരുക്കന്മാരുടെയും ഉപദേശങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ ഒരു നല്ല ഭാവി നിനക്കുണ്ടാവും. ബൈബിൾ പറയുന്നു, അധമമായ സംസർഗം സദാചാരങ്ങളെ ദുഷിപ്പിക്കും. 1 കൊരിന്ത്യർ ലേഖനം 15-33 വാക്യം. കുടുംബത്തിലെ അവഗണന തെറ്റായ കൂട്ടുകെട്ടുകളിലേക്കും പരിധിയില്ലാത്ത മോഹങ്ങളിലേക്കും കുട്ടികളെ കൊണ്ടുവന്ന് ബൈബിൾ വീണ്ടും പറയുന്നു, കുട്ടിയെ അവൻ അല്ലെങ്കിൽ അവൾ നടക്കേണ്ട വഴിയിൽ അഭ്യസിപ്പിക്കുക. അവർ വൃദ്ധരായാലും അത് വിട്ടുമാറുകയില്ല. സദൃശവാക്യങ്ങൾ 22:6. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, കാട്ടിൽ കിടക്കുന്ന വന്യമൃഗങ്ങൾ മനുഷ്യരെക്കാൾ ശക്തിയിലും വലിപ്പത്തിലൊക്കെ 10 മടങ്ങാണ്. അവയെ മെരുക്കി ഒതുക്കി മനുഷ്യനെ ചൊൽപ്പടിക്ക് നിർത്തുന്നു. നിങ്ങൾ ജന്മം നൽകി നിങ്ങൾ പോറ്റി വളർത്തുന്ന മക്കളെ നിങ്ങൾക്ക് നല്ല രീതിയിൽ വളർത്താൻ കഴിയുന്നില്ല എങ്കിൽ ആരുടെ കുഴപ്പമാണ്? കുഞ്ഞുങ്ങളുടെ കുഴപ്പമാണോ? അല്ല, അത് മാതാപിതാക്കളുടെ കുഴപ്പമാണ്. കരുവാറ്റ സംഭവവും ഓരോ മാതാപിതാക്കൾക്കും പാഠമായിരിക്കണം. ഈ വീഡിയോയുടെ 2ാം ഭാഗവുമായി കൂടി കാണും വരെ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്.